ഗായ്സ്, ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. സന്തോഷം മാത്രമല്ല കേട്ടോ, ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് യൂട്യൂബിൽ നിന്ന് സിൽവർ പ്ലേ ബട്ടൺ വരുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഒരുപാട് സന്തോഷവും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് നന്ദി പറയാനും ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് 100K ആയതും എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് ഈ അവാർഡ് കിട്ടുന്നതും. അപ്പോൾ രാവിലെ തന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നപ്പോഴേ അണ്ണനെ അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അവർ എത്തുമായിരിക്കും കേട്ടോ. എല്ലാവരും ശുഭലക്ഷണം ആയിക്കോട്ടെ അല്ലേ. ഫസ്റ്റത്തെ ആ ഒരു തുടക്കമാണല്ലോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് കേട്ടോ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ. ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സിൽവർ പ്ലേ ബട്ടനൊക്കെ കിട്ടുന്നത്. പക്ഷെ നമുക്കിത് കിട്ടുമ്പോഴത്തേക്കുമുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പറയാതിരിക്കാൻ വയ്യല്ലോ. നമുക്കിത് പെട്ടെന്നൊന്നും ഇങ്ങനെ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല കേട്ടോ. നമ്മുടെ ചാനൽ പെട്ടെന്ന് 100K ആയതും ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയതൊക്കെ ഇപ്പോഴും നമുക്കതൊരു അതിശയം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ എടുക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ സാധനം. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തുവാണ് പറയേണ്ടതെന്നൊന്നും അറിയാൻ അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ ഇത് കിട്ടിയപ്പോഴേ. അങ്ങനെ ഈ സിൽവർ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് അമ്മയും കൂടെ നമ്മൾ അടുത്ത് വിളിച്ചപ്പോഴും അമ്മയ്ക്ക് ഇത് വീഡിയോയിൽ വരാൻ വയ്യെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. സത്യത്തിൽ അമ്മയ്ക്ക് ഇത് വലിയ പിടുത്തവും ഇല്ലായിരുന്നു കേട്ടോ ഇത് എന്തുവാണെന്ന്. ഇങ്ങനെ ഒരു സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മയും കൂടെ വിളിച്ചിട്ട് അമ്മയുടെ കയ്യിലും കൂടെയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷവും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലായിടത്തും. നിങ്ങളോടും ദൈവത്തോടും ഒക്കെ നന്ദി പറയണമെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണല്ലോ. ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. എനിക്കിത് നോക്കിയിട്ട് മതിയാവുന്നില്ല. ഞാൻ വീണ്ടും അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കണ്ടു അമ്മയുടെ വീഡിയോ അറിയാതൊന്നും എടുക്കാൻ പോയപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര നാണം. ഇതാണ് അമ്മ കേട്ടോ. അമ്മ ഈ വീഡിയോയിലൊക്കെ വരുന്നെങ്കിലും പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ വരാനായിട്ട് ഭയങ്കര നാണമാണ്. അപ്പോഴത്തെ പിന്നെ ഋതുക്കുട്ടനാണെങ്കിൽ പിന്നെ ഇത് കയ്യിൽ പിടിച്ചോളാൻ വയ്യായിരുന്നു കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അവൻ്റെ കയ്യിലും കൂടെയൊക്കെ ഇത് കൊടുത്തായിരുന്നേ. എൻ്റെ മിന്നൂട്ടി ഈ ടൈമിൽ ഇവിടെ ഇല്ലായിരുന്നു, നമ്മൾ അങ്കൻവാടിയിൽ പോയിരുന്നു. അതാണ് കേട്ടോ ഈ വീഡിയോയിൽ മിന്നൂട്ടിനെ കാണാത്തത്. മിന്നൂട്ടി വന്നപ്പോൾ തന്നെ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടാ യൂട്യൂബിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ സമ്മാനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്നൊരു സെലിബ്രേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ വന്നിട്ട് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോഴും നമ്മൾ അത് ഇന്ന് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതാണേ. ഇതേ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ ഉണ്ടാക്കിയ ഷെൽഫിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ ഷെൽഫിന് കൂടുതൽ ഭംഗിയായത്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് മന്തി വെക്കാൻ പോകുന്നു. അപ്പോഴത്തേന്ന് അമ്മ രാവിലെ തന്നെ മന്തിക്കുള്ള ഒരു അരിയൊക്കെ ഇങ്ങനെ വെള്ളത്തിയിട്ട് വെക്കുവാണ് കേട്ടോ, കഴുകിയിട്ട്. അപ്പം അമ്മേനെ സഹായിക്കാനായിട്ട് ഋതുക്കുട്ടനും മിന്നൂട്ടിയൊക്കെ ഉണ്ട്. അണ്ണനും നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഈ മന്തി നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അണ്ണന് ഇത് വെക്കാനൊക്കെ അറിയാം കേട്ടോ. ഏകദേശമൊക്കെ അണ്ണന് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയെങ്കിലും നമ്മുടെ കയ്യിലത്തെ ഒരു മണി പ്രോബ്ലം കൊണ്ടിട്ട് നമുക്ക് ഇത് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണേ എന്നുള്ള ഒരു ഇതിലിരിക്കുമായിരുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇത് കടയിൽ നിന്ന് ഫുഡൊന്നും വാങ്ങേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതിൽ പ്രിപ്പയർ ചെയ്യുവാണേ. നമുക്ക് 100K ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. അന്ന് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. 100K ആയപ്പോഴത്തേക്കും അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേ നമ്മൾ അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മിന്നൂട്ടിയൊക്കെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് അറിയാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചിക്കനൊക്കെ വെച്ചിട്ട് എന്തോ പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലായി. മസാലകളൊക്കെ എടുക്കൂ. മുളക് പൊടി, മിഞ്ഞപ്പൊടി, മില്ലിപ്പൊടി ഉണ്ടോണ വേണ്ട, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ജീരകം പൊടിക്കണോ അല്ലേ? പൊടിച്ചോണ്ട് വരാം. സഹൃദയരെ ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിക്കാം. ഗമോൺ എത്തിച്ചോളൂ. ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിക്കുകയാണ്. മന്തി വെന്ത് വരുമ്പോൾ എന്തായാലും കുറേ ടൈം എടുക്കും. അപ്പം നല്ല വിശപ്പായതുകൊണ്ട് 2 മുട്ടയും കൂടെയൊക്കെ പൊരിച്ച് തിന്നാണ് കേട്ടോ നിന്നത്.
അണ്ണനാണ് കേട്ടോ കുഴിമന്തി സ്പെഷ്യൽ ഷെഫ്. അണ്ണനെ വെക്കാൻ അറിയത്തുള്ളൂ കേട്ടോ, നമുക്കൊന്നും അത്രയ്ക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ സഹായത്തിന് വേണ്ടി അങ്ങ് നിന്ന് കൊടുക്കുകയാണ് കേട്ടോ. സാധനങ്ങളെല്ലാം എടുത്ത് കൊടുക്കുന്നു, ഇട്ട് കൊടുക്കുന്നു, അണ്ണൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോഴത്തെ എല്ലാ പൊടികളും ക്യാപ്സിക്കം വെജിറ്റബിൾസും എല്ലാം ഒക്കെ ഇട്ടിട്ട് ഞാൻ അതേ ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി ചിക്കൻ വെക്കുവാണ് കേട്ടോ. ഇവിടെ അടുപ്പൊക്കെ അങ്ങ് നേരത്തെ കത്തിച്ചു. സംഗതി ഇതൊന്നും ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാതെയാണ് അടുപ്പ് കത്തിച്ചത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരു രോക്ഷം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. എൻ്റെ വിറവെല്ലാം എരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് അമ്മയോട് ബഹളം ഉണ്ടാക്കിയിരുന്നു. മിന്നൂട്ടി ഇതെല്ലാം നോക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഋതുക്കുട്ട അതിൻ്റെ ഇടയിൽ ഭയങ്കര കരച്ചിലും വിളിയോട്ടൊക്കെ നിൽക്കുകയാണ്. ഹോം മെയ്ഡ് കുഴിമന്തി ഡയറക്റ്റഡ് ബൈ രാകേഷ് ബാബു. ക്യാമറമാൻ ശിവകുമാർ. വോയിസ് കട്ട് ചെയ്തേ. ഞാൻ തീർത്തു കേട്ടോ. പിന്നെ തിരിയാ മതി ഞാൻ അത് മതിയായിരിക്കും. ചിക്കൻ വേവിക്കുന്നത് കലത്തിലിട്ടായിരിക്കാം. കുക്കറിലല്ലേ എടുക്കി ചരുവ അങ്ങോട്ട് പ്രാവശ്യം. ലിമൺ ലിമൺ ഇതിലിട്ടാണ് എത്ര രണ്ടെണ്ണം. ഒരു നാരങ്ങ, ലിമൺ ഒരു നാരങ്ങ വട്ടം വട്ടമായിട്ട് വയ്ക്കും. Oh my god. മതി. ആ നാലെണ്ണത്തിന് കൊടുത്തിട്ട് Slice of lemon. Mix it well. ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നത്. ഇപ്പൊ ചോദിക്കും, എല്ലാവരും ചോദിക്കും വീഡിയോയിൽ ക്യാമറമാനെ പുതിയതായിട്ട് വെളിയിൽ ഇറക്കിയാണ്. അയ്യോ എന്താണ് vinegar. മതി. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി കുഴക്കുക. വന്നാ ഇത് എന്തിനാവുന്നാന്ന് തോന്നിയോ? തീ സെന്ററിൽ മാത്രം അടിക്കണോ? തീ ഇട്ട് തരാം. സെന്ററിൽ അടിച്ചാൽ പോലെ നല്ല സൈഡിലോട്ടൊക്കെ വരണം. തീ ഇടിച്ച് നടക്കുന്നത്. മണ്ടേ മണ്ടേ ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തീ എടുത്താണ്. എന്നെ ഉണ്ടാക്കി കയറണം. അത് തന്നെയാണോ? ഓ അത് ചിലപ്പോ കൊള്ളും. രണ്ടെണ്ണം ഇത് മതിയാ? ആ അത് തന്നെ. ഇത് വെച്ച് മൂടി വെക്കാം. ഇനി നമുക്ക് കുറച്ചൊരു അടുപ്പ് അത് മാറ്റി വെച്ചത്. അത്രയും വേണ്ട. ഞാൻ എടുത്തു അതാ ഞാൻ പറഞ്ഞില്ലേ അണ്ണ എടുത്തു തന്നെ അണ്ണ എടുത്തു തന്നെയാണ്. ഞാൻ നോക്കിട്ട് അധികം കണ്ടില്ല. എന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ എടുത്തില്ല. അതിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റൂ ഇനി അത് ഒരെടുത്ത് ഉള്ള ചൂടായി കേട്ടാ. അത് ഇത് ഇളക്കി എടുക്കാം. നിങ്ങൾ അടിച്ചതല്ലേ ഇട്ടത്. അമ്മച്ചി ഞാൻ ഞങ്ങളടുത്ത് പറഞ്ഞേണമ്മാ. അത് വന്ന് ഇതങ്ങട്ട് ഇളക്കണോ? ഇളക്ക് ചൂടണ്ടാ ഇല്ലല്ലോ. അത് അടിയിലോട്ടൊന്നും പിടിച്ചില്ല. ഇപ്പൊ മൊത്തത്തിൽ പിടിച്ചു നോക്കിയത്. മിക്സ് ഇറ്റ് വെൽ. അടക്കട്ടെ. ഇപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി 12 മിനിറ്റ് കഴിയുമ്പോ നമുക്ക് ഇത് ഇറക്കാം. After 20 minutes. 20 12 അല്ലേ നേരത്തെ ഇറങ്ങുന്നത്. അരമണിക്കൂർ. അണ്ണാ തിരിച്ചിടണോ അണ്ണാ? കാലിപ്പിടി തിരി തിരിഞ്ഞടാ ഒരെണ്ണം. ആ രണ്ടെണ്ണം തിരിഞ്ഞു. അടുത്ത ജോലിയുണ്ട്. എനിക്ക്
സ്റ്റാർ ഈ കൂവ സ്റ്റാറൊക്കെ എന്തിനാണോ എൻ്റെ കൂടെ വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറമാൻ. പല ആംഗിളും പല കോണുകളിൽ നിന്നും ക്യാമറ പിടിക്കുന്ന നമ്മുടെ സ്വന്തം ക്യാമറമാൻ. അരിയുടെ വന്നാണ് മക്കളെ വെളിയിൽ കൊണ്ടു നാരങ്ങ കട്ട് ചെയ്തത്. ഒരു 4 പീസ് 4 പീസ് 4 പിന്നെ നാരങ്ങ, ഉണക്ക നാരങ്ങ. കറക്റ്റ് ഷോട്ടടാ അത്. പ്രൊവൈഡ് ബൈ ശിവകുമാർ. പാവത്തിന്റെ കൈ പൊള്ളിയിട്ട. ഇവൻ ക്യാമറാമാനൊന്നും അല്ല, വീഡിയോയിൽ വരാനുള്ള ചളുപ്പ് കാരണം ക്യാമറയും കൊണ്ട് നടക്കുകയാണ്. ഗംഭീരമായ ചിക്കൻ ലെഗ് ബേസ്. ഉള്ളിലിട്ടുണ്ടാക്കാനുള്ളത് നിങ്ങൾ ഇവിടെ അടുപ്പിലിട്ടുണ്ടാക്കിയല്ലേ? അങ്ങനെ ഫൈനലി നമ്മുടെ മന്തി നമ്മൾ പ്രിപ്പറേഷനൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യണം. ഇപ്പം നമ്മൾ തുറക്കത്തില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മളിനി മയോണൈസും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദേ മുട്ട വെച്ചിട്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ പോണ്. ഇത് നമ്മളൊരു ഫ്ലേവറിന് വെളുത്തുള്ളിയും കൂടി ഇടണേ. മയോണൈസ് ഉണ്ട്, നല്ല ഗ്രീമി ആയിട്ട് കിട്ടി, നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം. പിന്നെ അത് ടേസ്റ്റ് ചെയ്തൊക്കെയാണ്, കൈയാണേലും. നമ്മളിനി ഈ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, നമ്മുടെ മന്തിക്ക് പറ്റിയ ടൊമാറ്റോ ചട്നി, അതും കൂടി ട്രൈ ചെയ്യാം കേട്ടോ. പരീക്ഷണങ്ങളാണ് കേട്ടോ, കാരണം ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കി വിജയിച്ചതാണല്ലോ. പിന്നെ യൂട്യൂബിൽ നിന്നാണ് കേട്ടോ, അല്ലാണ്ട് എനിക്കിതൊക്കെ എവിടെ നിന്ന് അറിയാം. ഞാനൊരു 3 തക്കാളി എടുത്ത് ആണ് ഞാൻ. ഇതിന് നമ്മൾ സെയിം വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ സെറ്റായിട്ടോ. മന്തിയൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചു, അയ്യോ ഇതിൻ്റെ ഒന്നും വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന്. പിന്നെ പെട്ടെന്ന് ക്യാമറ ഓണാക്കി അന്നേരം അങ്ങ് പിടിച്ചതാണ് കേട്ടോ. കഴിച്ച ഏകദേശമൊക്കെ തീരാറയായി. എന്തായാലും നമ്മുടെ സിൽവർ പ്ലേ ബട്ടൻ്റെ സെലിബ്രേഷനായിട്ട് ഉണ്ടാക്കിയ മന്തിയൊക്കെ കൊള്ളാം കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെയാണേ. ചേച്ചിയും ചേട്ടനും നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ കൂടുന്നത്. പിന്നെ ഇവിടെ ക്യാമറയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവനും ഉണ്ട് കേട്ടോ.
അപ്പം അമ്മയുടെ അടുത്ത് നമ്മളിതാ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഒരു വിധത്തിൽ വരത്തില്ല തിന്നുന്നത് വീഡിയോ പിടിക്കാനല്ലേ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മൂലയ്ക്ക് വരുന്ന തിന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അമ്മ ഈ കൂട്ടത്തിൽ കാണാതെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോഴും നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത് ആ ഒരു സന്തോഷം നമ്മൾ പറ്റുന്ന രീതിയിലേക്ക് ആഘോഷിച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ആഘോഷങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുവാണേ. നമ്മൾ കഴിച്ചോണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ.